Welcome back, students. Today we'll start a new topic, is constructor. So you already know what is a constructor. Constructor constructs an object. Constructor constructs an object, or it initializes objects or the variables upon creation. Construct is a special method that gets invoked automatically at the time of object creation, and it's used for initializing objects with the default values unless different values are supplied. The speciality of the constructor is its name. A constructor has the same name as the class and it has no return values. That is the main features of a constructor. Okay, എന്താണ് constructor? നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. Constructor constructs an object or initializes an object. എന്താണ് ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണെന്നാണ് പറയുക. ഒരു ക്ലാസ്സിൽ എന്തൊക്കെ ഡേറ്റ മെമ്പേഴ്സ് ഉണ്ടോ ആ മെമ്പേഴ്സിന് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളൊരു കൺസ്ട്രക്ടറിൽ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാനാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആ ക്ലാസ്സിൽ എന്തൊക്കെ ഡേറ്റ മെമ്പേഴ്സ് ഓർ ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ടോ ആ വേരിയബിളിന് ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുക. അതാണ് കൺസ്ട്രക്ടറിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഒരു കൺസ്ട്രക്ടർ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ വേരിയബിൾസിന് വാല്യൂ കൊടുക്കുക? നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാംസിൽ തന്നെയുണ്ട്. നമ്മൾ അതിലേക്ക് നമുക്ക് റീഡ് ചെയ്യാം വാല്യൂസ് അല്ലേ. നിങ്ങൾ CPPയിൽ ഗെറ്റ് ഡേറ്റ ഫങ്ഷനൊക്കെ എഴുതി സീൻ എസിലെ സീൻ ബി എന്നൊക്കെ പറഞ്ഞൊരു ഫങ്ഷൻ എഴുതുന്നു, അതിനെ കോൾ ചെയ്യുന്നു. അതുപോലെ നമുക്ക് ജാവയിലും ആ ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് മെമ്പർ ഫങ്ഷൻസിനെ കോൾ ചെയ്ത് നമുക്കതിന് വാല്യൂസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു സെക്കൻഡ് സ്റ്റെപ്പായിട്ടാണ് വരിക. ഇത് കൺസ്ട്രക്ടർ ആണെങ്കിൽ നമ്മൾ ആ ഒബ്ജക്റ്റ് ക്രിയേഷനോടൊപ്പം തന്നെ ഇനിഷ്യലൈസേഷനും കൂടെ നടക്കുകയാണ്. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നു അതിനൊപ്പം തന്നെ അതിനെ ഇനിഷ്യലൈസേഷനും കൂടെ നടത്തുന്നതാണ് കൺസ്ട്രക്ടറിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമുക്കൊരു കൺസ്ട്രക്ടറിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഒരു കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഇനിഷ്യലൈസ് ചെയ്യുകയാണ് ഒബ്ജക്റ്റിന്. ദെൻ ഇനിഷ്യലൈസസ് ആൻ ഒബ്ജക്റ്റ് ഇമ്മീഡിയറ്റ്ലി അപ്പോൺ ക്രിയേഷൻ. ഇനി അതിൻ്റെ നെയിം എന്താണ് നമ്മുടെ ക്ലാസ്സിൻ്റെ നെയിം? ആ സെയിം നെയിമിലുള്ള ഒരു മെത്തേഡായിരിക്കും കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ. കൺസ്ട്രക്ടറിൻ്റെ നെയിമും ക്ലാസ്സിൻ്റെ നെയിമും സെയിം ആണ്. പിന്നെ എന്താണ് ഡിഫറൻസ്? അതിനൊരു മെത്തേഡായിട്ടാണ് നമ്മളെപ്പോഴും കൺസ്ട്രക്ടറിനെ യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് കോൾഡ് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ ദ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്. നമ്മളൊരു കൺസ്ട്രക്ടറിനെ പ്രത്യേകിച്ച് കോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി കോൾ ആയിക്കോളും. നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേഷനോടൊപ്പം തന്നെ അത് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യും. അതുപോലെ തന്നെ ഒരു കൺസ്ട്രക്ടർ ഡസ് നോട്ട് ഹാവ് റിട്ടേൺ ടൈപ്പ്. ഒരു കൺസ്ട്രക്ടറിന് ഒരിക്കലും ഒരു റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. വൺ മോർ ഡെഫിനിഷൻ. Constructor in Java is a special type of method that is used to initialize the object. Java constructor is invoked at the time of object creation. It constructs the values, that is provide data for the object. That is why it is known as constructor. ഇതിനെയാണ് നമ്മൾ പറഞ്ഞ ഒരു കൺസ്ട്രക്ടറിൻ്റെ ജോലി എന്താണ്? ഇനിഷ്യലൈസ് ചെയ്യുക, ഒരു ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യുക. എപ്പോഴും ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ വരേണ്ടത് ആ ക്ലാസ്സിനകത്തുള്ള മെമ്പേഴ്സ്. ഓരോ ഒബ്ജക്റ്റിൻ്റെ മെമ്മറി ലൊക്കേഷനിലും നമ്മൾ നേരത്തെ കണ്ടതാണ് ആ ഒരു ഡേറ്റ മെമ്പേഴ്സിൻ്റെ ഒരു കോപ്പിയാണ്. അപ്പോൾ അവർക്ക് വേണ്ട വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുക. അത് ഒബ്ജക്റ്റ് ക്രിയേഷനോടൊപ്പം തന്നെ അതിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നതാണ് കൺസ്ട്രക്ടറിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ്. ഇനിയും നമുക്ക് നോക്കാം ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടേഴ്സ്, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആൻഡ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഈ രണ്ട് കാറ്റഗറിയാണ് കൺസ്ട്രക്ടേഴ്സ്. അതിൽ
കൺസ്ട്രക്ടറിന് ആർഗ്യുമെൻറ്റ്സ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ അത് ഡിഫോൾട്ട് കൺസ്ട്രക്ടറും, എങ്കിലും പാരാമീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും ആയിരിക്കും. ഇനി നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് നോക്കാമേ. ഇമ്പോർട്ട് java.io.star. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ സ്കാനർ യൂസ് ചെയ്ത പോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പാക്കേജാണ് IO എന്ന് പറയുന്ന പാക്കേജ്. ഇതൊരു പാക്കേജാണ്. നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ക്ലാസ്സിൻ്റെ നെയിം, ക്ലാസ്, ബോക്സ്, ഒരു ക്ലാസ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ട് അതിനകത്ത് 3 മെമ്പേഴ്സ് അല്ലെ ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ട്. ലെന്ന്, ബർത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റിനുള്ള 3 വേരിയബിൾസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നെയിം ഇതാണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് കൺസ്ട്രക്ടർ. ബോക്സ് ഈസ് എ കൺസ്ട്രക്ടർ. എന്താ പ്രത്യേകത? ഈ ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ നെയിം തന്നെയാണ് ഇത്. പിന്നെ ഇതൊരു മെത്തേഡാണ്. അതിനൊരു റിട്ടേൺ വാല്യൂ ഇല്ല, നോ റിട്ടേൺ വാല്യൂ ഉണ്ടോ. ഇത് എഴുതുന്ന എവിടെയാണെന്ന് കണ്ടാൽ നമ്മൾ ക്ലാസ് എഴുതി, നിങ്ങൾ ഡാറ്റ മെമ്പേഴ്സ് എഴുതുന്ന പോലെ തന്നെ ഈ കൺസ്ട്രക്ടർ അവിടെ എഴുതിയിരിക്കുകയാണ്. ആ കൺസ്ട്രക്ടറിനകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇനിഷ്യലൈസിങ് ത്രൂ കൺസ്ട്രക്ടർ എന്തൊക്കെയാണ്? ലെന്നിനും ഈ 3 ഇൻസ്റ്റൻസ് വേരിയബിളിനും വാല്യൂ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് ഈ കൺസ്ട്രക്ടറിൽ. ദെൻ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണ്. നോർമൽ കേസിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതിയാൽ നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ഈ ഒരു ഫംഗ്ഷനെയും കൂടെ കോൾ ചെയ്യണം, ഈ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാനുള്ളത്. അത് നമുക്കിവിടെ അവോയ്ഡ് ചെയ്യാം. ഇവിടെ മെയിൻ എഴുതിയിരിക്കുകയാണ്. മെയിനകത്ത് ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് ആയി. ബോക്സ് B1 = ന്യൂ ബോക്സ്. ഇവിടാണ് ഒബ്ജക്റ്റ് ക്രിയേഷനാണിത്. ബോക്സ്, ഒബ്ജക്റ്റ് നെയിം B1, ന്യൂ ഓപ്പറേറ്റർ, ദെൻ ബോക്സ് എന്ന് പറയുന്ന കൺസ്ട്രക്ടറാണ്. അപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുമ്പം എന്താ സംഭവിക്കുക? ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. B1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനകത്ത് എന്താ ഉള്ളത്? ഈ 3 ഇൻസ്റ്റൻസ് വേരിയബിൾ അതിനകത്തുണ്ട്. ലെന്ന്, ബർത്ത്, ഹൈറ്റ് എന്ന് പറയുന്ന 3 ഇൻസ്റ്റൻസ് വേരിയബിളിൻ്റെ ഒരു കോപ്പി B1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിലുണ്ട്. അപ്പോൾ അതിന് എന്ത് വാല്യൂ കിട്ടും? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ 3 വേരിയബിൾസിനും ഈ 3 വാല്യൂസ് അവിടെ ഇനിഷ്യലൈസ് ആകും. നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി തന്നെ ആ ഒരു ഇനിഷ്യലൈസേഷൻ കഴിയും. നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുക. B1.display. ഡിസ്പ്ലേ എന്ന് കോൾ ചെയ്യുമ്പം അത് പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ അവിടെ എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ ആയോ? ഇതാണ് നമ്മളൊരു കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ആർഗ്യുമെൻ്റ് ഒന്നും ഇല്ല ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഡിഫോൾട്ട് കൺസ്ട്രക്ടറായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ദാറ്റ് ഹാവ് നോ പാരാമീറ്റർ. സിൻടാക്സ് ഇങ്ങനെ ക്ലാസ് നെയിം എഴുതുക, നമ്മുടെ ബോഡി ഓഫ് ദ കൺസ്ട്രക്ടർ. ഇതാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് പാരാമീറ്റേഴ്സ് ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ബൈക്ക് എന്ന് പറയുന്ന ഒരു ക്ലാസ് കൺസ്ട്രക്ടർ എഴുതി ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ മെയിനകത്ത് ഒരു ഒബ്ജക്റ്റ് ക്രിയേഷൻ. ഇപ്പം നമ്മൾ ഈ കൺസ്ട്രക്ടറിനകത്ത് പാരാമീറ്റേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇതിന് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ചെയ്ത ഒരെണ്ണം ഇതിന് എക്സാമ്പിൾ തന്നെയാണ്. നെക്സ്റ്റ് ആണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിന് പ്രത്യേകത, ഇത് കൺസ്ട്രക്ടർ ആണല്ലോ, ക്ലാസ് നെയിമും ഈ മെത്തേഡ് നെയിമും പാരാമീറ്റർ ഇവിടെ കൺസ്ട്രക്ടറാണ്. ഇവിടെ കൊടുക്കുന്നത് നമ്മൾ പാരാമീറ്റേഴ്സ് സാധാരണ ഫംഗ്ഷനിൽ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം, എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടോ അത് ഇതുപോലെ കൊടുക്കുക. ഇപ്പോൾ ഇൻഡെക്സ് അല്ല ഇൻറ്റു വൈ, നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൺസ്ട്രക്ടറിന് നമ്മൾ പാരാമീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറായിട്ട് മാറും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇതുപോലെ ലെന്ന് വിഡ്ത്ത് നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്, സെയിം, ചെറിയ ചേഞ്ച് ചെയ്തു. ഇവിടെ അതിൻ്റെ അത് നമ്മൾ കൺസ്ട്രക്ടർ എഴുതി. ഈ ക്ലാസ്സിൻ്റെ നെയിമിലുള്ള ഒരു കൺസ്ട്രക്ടറാണ് റെക്റ്റാങ്കിൾ. അതിനകത്ത് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, എക്സ് എന്നും വൈ എന്നും പറയുന്ന രണ്ടിൻ്റെയും ടൈപ്പ് ഇൻറ്റിജറാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ലെന്നിന് എക്സിൻ്റെ വാല്യൂവും വിഡ്ത്തിന് വൈയുടെ വാല്യൂ അസൈൻ ചെയ്യാനാണ് നമ്മൾ ഈ കൺസ്ട്രക്ടർ കൊടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വേറൊരു മെമ്പർ ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻഡ് റെക്റ്റ് ഏരിയ.
അതിനകത്ത് കൊടുത്തിരിക്കുന്നത് റിട്ടേൺ ചെയ്യാനായിട്ടാണ്. ലെന്നും വിഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആ വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് ഈ ഫംഗ്ഷൻ. ഇനി നമ്മൾ മെയിനിലേക്ക് വരികയാണ്. മെയിന് റെക്റ്റാങ്കിൾ rect1 ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ന്യൂ റെക്റ്റാങ്കിൾ. ഇവിടെ നോക്കിയ 2 പാരാമീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ കൺസ്ട്രക്ടർ എങ്ങനെയുള്ളതാണ്? പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ്. അതുകൊണ്ട് അതിന് വാല്യൂസ് ആവശ്യമായതുകൊണ്ട് നമ്മളിവിടെ 15 and 10 എന്ന് പറയുന്ന 2 വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലെന്നിൻ്റെ വാല്യൂ 15 ആകും, വിഡ്ത്തിൻ്റെ വാല്യൂ 10 ആകും. കാരണം അവിടെ ഒബ്ജക്റ്റ് ക്രിയേഷനോടൊപ്പം തന്നെ ഇനിഷ്യലൈസേഷനും നടന്നു കഴിഞ്ഞു. അതിനാണ് നമ്മൾ ഈ കൺസ്ട്രക്ടർ ഇവിടെ യൂസ് ചെയ്തത്. ഇവിടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആയതുകൊണ്ട് 15ഉം 10ഉം ലെന്നിനും വിഡ്ത്തിനും അസൈൻ ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഇൻ്റെ area1 ഈക്വൽ ടു rect1 ഡോട്ട് റെക്റ്റ് ഏരിയ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് area1 എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഇവിടെ ലോക്കൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ആ റെക്റ്റ് ഏരിയ എന്ന് പറയുന്ന മെത്തേഡ് നെയിം. ഒബ്ജക്റ്റ് നെയിം ആണ് rect1. നമുക്ക് ഇതിനെയാണ് കോൾ ചെയ്യേണ്ടത്. ആരെയാണ്? ഈ റെക്റ്റ് ഏരിയയെ. റെക്റ്റ് ഏരിയ എന്ന് പറയുന്ന മെത്തേഡിൽ എന്താ വന്നിരിക്കുന്നത്? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതിന് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വാല്യൂ നമ്മൾ എവിടെ നിന്ന് കിട്ടി? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിന് ലെന്നിനും വിഡ്ത്തിനും വാല്യൂ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, 15ഉം 10ഉം. നമ്മൾ ഈ മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റെക്റ്റാങ്കിൾ 15, 10 എന്ന് കോൾ ചെയ്യുമ്പം അതിന് ആ വാല്യൂ രണ്ടും കൂടെ അവിടെ അസൈൻ ചെയ്തുകൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് എവിടെ സ്റ്റോർ ചെയ്യും? area1 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആകും. ഇനി നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പം area1 ഈക്വൽ ടു area1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ area1 ഈക്വൽസ് ഇതിൻ്റെ വാല്യൂ അതിനകത്ത് പ്രിൻ്റ് ആയിട്ട് വരും. ഇതിപ്പോൾ ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിന് എക്സാമ്പിളാണ്. ക്ലിയർ ആയല്ലോ? ഇങ്ങോട്ട് നോക്കിക്കോളുക. 2 മെമ്പേഴ്സാണ് അതിനകത്തുള്ളത്. ഈ കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് നമ്മൾ അതിനെ ഇനിഷ്യലൈസ് ചെയ്തു. പിന്നെ വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിന് മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൺസ്ട്രക്ടറിന് നമുക്ക് റിട്ടേൺ ടൈപ്പ് ഇല്ല. നെയിം എന്ന് പറയുന്നത് ക്ലാസ്സിൻ്റെ സെയിം നെയിമാണ്. അതിന് ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. ഒബ്ജക്റ്റ് ക്രിയേഷനോടൊപ്പം തന്നെ അതിനെ ഇനിഷ്യലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ് കൺസ്ട്രക്ടർ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കൺസ്ട്രക്ടർ അല്ലേ. ഇനിയും നമുക്ക് ജസ്റ്റ് വേറൊരു ടോപ്പിക്കിലേക്കൊന്ന് പോകാം. ഇറ്റ് ഈസ് മെത്തേഡ് ഓവർലോഡിങ്. മെത്തേഡ് ഓവർലോഡിങ് നിങ്ങൾ ഓൾറെഡി സ്റ്റഡി ചെയ്തതാണ്. മെത്തേഡ് ഹാവ് ദ സെയിം നെയിം ബട്ട് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. മോർ ദാൻ വൺ മെത്തേഡ് കാണും. എല്ലാത്തിനും ഒരേ നെയിം ആയിരിക്കും. നമ്മൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടിട്ടായിരിക്കും ഏതാണ് ആക്ടിവേറ്റഡ് ആവുക എന്ന് നോക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഓവർലോഡിങ് നമുക്ക് ഒരു മെത്തേഡിനും പറ്റും, അതുപോലെ തന്നെ കൺസ്ട്രക്ടറിനും പോസിബിൾ ആണ്. സെയിം നെയിം ആയിരിക്കും, പാരാമീറ്റേഴ്സിൻ്റെ ഡിഫറൻസ് കാണും. അപ്പോൾ ആ പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പും അതിൻ്റെ നമ്പറും നോക്കിയിട്ട് നമുക്കതിനെ ഏത് മെത്തേഡാണ് കോൾ ആകുന്നത് എന്നുള്ള നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെ ആയിരിക്കും ഇവിടെ ആ ഒബ്ജക്റ്റ് ഇൻവോക്ക് ആകുന്നത്. അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത്. ദിസ് മെത്തേഡ്സ് ഹാവ് ദ സെയിം നെയിം ബട്ട് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ലിസ്റ്റ്. It is used when objects are required to perform similar task but using different input parameters. പോളിമോർഫിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് അറിയാം. അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കഷനിലേക്ക് പോവുക. ദാറ്റ് ഈസ് മെത്തേഡ് ഓവർലോഡിങ്. ഓക്കെ.